പ്രിയരെ, നമ്മൾ ഈ നാളുകളിൽ കേൾക്കുന്ന കേരളത്തിലെ ഓരോ വാർത്തകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, പ്രയാസപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾക്ക് മതിയായെന്ന് തോന്നുന്നുണ്ടോ? പ്രിയരെ, ദൈവം മനുഷ്യനെ ദോഷങ്ങളാൽ കണക്കിടുന്നവനല്ല. ചെറിയ ബാലശിക്ഷ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. സകലത്തും അവൻ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ഒരു ശുദ്ധീകരണം സംഭവിക്കുകയാണ്. അതിൽ നമ്മൾ മടുക്കാതെ നിൽക്കണം. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് വചനം നമ്മളോട് പറയുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവ് അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ എന്ന് ചോദിക്കുന്നു. എങ്കിൽ പ്രിയരെ, പഴയ നിയമത്തിൽ നമുക്ക് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ശിക്ഷയും പാലിച്ചാൽ അനുഗ്രഹവും എന്ന് പറയുമ്പോൾ, കർത്താവിൻ്റെ വരവോടുകൂടി ആ നിയമങ്ങൾ കുറച്ച് കട്ടിയായതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശുനാഥൻ സ്വയം യാഗമായി നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെയും വേദനകളെയും നമ്മുടെ കഴിഞ്ഞതും ഇന്ന് നടക്കുന്നതും വരാൻ പോകുന്നതുമായ സകലതും അവൻ്റെ ശരീരത്തിൽ വഹിച്ചു ഇന്ന് നമ്മളെ അനുഗ്രഹമായി നിർത്തിയിരിക്കുകയാണ്. അതിനാൽ പ്രിയരെ, നമ്മുടെ ഒരു ആവശ്യത്തിനും ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ തലകുനിക്കാതെ കർത്താവ് ചെയ്ത പ്രവൃത്തിയിൽ നമുക്കൊന്ന് വിശ്വസിക്കാം. സഭയിൽ നിൽക്കുന്നവർ സഭയുടെ ആവശ്യത്തിനായി ഒരിക്കലും വിശ്വാസികളോട് ചോദിക്കാതെ കർത്താവ് നമ്മളെ പരിപാലിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് കയറാം. എല്ലാത്തിലും ഒരു മാറ്റം സംഭവിക്കട്ടെ. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് എന്തു പറയുന്നു, എന്ത് ചെയ്യുന്നു, അത് കണ്ടും കേട്ടുമാണ് നമ്മൾ വളരുന്നത്. ചിലത് അവരെ പോലെ തന്നെ ആയിത്തീരും. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. അതുപോലെ തന്നെയാണ് ഒരു സഭ നടത്തുമ്പോൾ നമ്മളതിൽ എന്തെല്ലാം കാര്യം അവിടെ പറയുന്നു, ചെയ്യുന്നു, അത് തന്നെ ജനങ്ങൾ ചെയ്യുകയാണ്. നമുക്കതിലൊരു മാറ്റം വരുത്തേണ്ടേ? കർത്താവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പ്രിയരെ. നമ്മുടെ ഓരോ ചെറിയതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ കർത്താവ് അറിഞ്ഞ് ചെയ്യുന്നു. ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെയാണ് നൽകിയിരിക്കുന്നത്. കൂടി നടന്ന ശിഷ്യന്മാർക്ക് കർത്താവ് എന്ത് ചെയ്തതും കണ്ടും വിശ്വസിക്കാണ്ടായപ്പോൾ അവരോട് പറഞ്ഞു, കർത്താവ്, ഞാൻ പോകുന്നതാണ് നല്ലത് എന്ന്. നിങ്ങൾക്ക് സകല സത്യത്തിലും വഴി നടത്തുന്ന കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് അടിയ ഹോളി സ്പിരിറ്റിനെ നമുക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് സകലതും മുമ്പോട്ട് ചെയ്യുവാൻ പ്രിയരെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സകല വിശ്വാസികളും യഥാർത്ഥ സത്യത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.